കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കം. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് ഫോം നൽകിയായിരുന്നു ഉദ്ഘാടനം. ചീഫ് ഇലക്ഷൻ ഓഫീസർ ശ്രീ രത്തൻ യു ഖേൽക്കറാണ് ഫോം കൈമാറിയത്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നുറപ്പാക്കണമെന്ന് ഗവർണർ പറഞ്ഞു. SIRന്റെ പ്രക്രിയയും നടപടിക്രമങ്ങളും ഗവർണർക്ക് ചീഫ് ഇലക്ഷൻ ഓഫീസർ വിശദീകരിച്ചു നൽകി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, കേരളത്തിൽ SIRന് തുടക്കമായിരിക്കുന്നു. ഫോം ഗവർണർക്ക് കൈമാറിയാണ് തുടക്കമായിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തിരക്കേറിയതായിരിക്കും. എങ്ങനെയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഈ പ്രക്രിയകളുടെ ഭാഗമാകേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ചീഫ് ഇലക്ഷൻ ഓഫീസർ പറയുന്നുണ്ടോ? ദിവ്യ, സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരേ ശബ്ദത്തിൽ BJP ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. പക്ഷെ അപ്പോഴും ഇത് സംസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ കേരള രാജ്ഭവനിലെത്തി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ കേരളത്തിലെ SIR നടപടികളുമായിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാവരും SIRുമായിട്ട് സഹകരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർഹരായ ആർക്കും സമ്മതിദാന അവകാശം നിഷേധിക്കരുത്. പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഗവർണർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഗവർണർക്ക് എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ടാണ് SIR നടപടികൾക്ക് ചീഫ് ഇലക്ടർ ഓഫീസർ നടപടികൾ തുടക്കം തുടങ്ങിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിലുള്ള എല്ലാവർക്കും അർഹരായ എല്ലാ വോട്ടർമാർക്കും കൃത്യമായിട്ട് എന്യൂമറേഷൻ ഫോം നൽകുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BLOമാർ ഓരോ വീട്ടിലും 3 തവണ വീതം എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഏതാണ്ട് ഡിസംബർ മാസത്തോടുകൂടി തന്നെ ഇത് പൂർത്തിയാക്കി ഫെബ്രുവരി മാസത്തോടുകൂടി ഡിസംബർ മാസത്തിൽ കരട് പ്രസിദ്ധീകരിക്കുകയും ഫെബ്രുവരി മാസം 7-ാം തീയതിയോടുകൂടി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കും. സർക്കാർ സർവകക്ഷി യോഗമൊക്കെ വിളിച്ചിരിക്കുകയാണല്ലോ 5-ന്. അതോടൊപ്പം തന്നെ നിയമപരമായി നേരിടാനും ഒരുങ്ങുന്നില്ലേ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, SIRനെതിരെ കേരള നിയമസഭ ഒന്നടങ്കം പ്രമേയം പാസാക്കിയതാണ്. അതിനുശേഷം പലതരത്തിൽ ഇതിനകത്തുള്ള എതിർപ്പ് അറിയിച്ചതാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പിലാക്കിയാൽ മതി എന്നുള്ള ആവശ്യമാണ് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. എന്നാൽ അതുവരെ കാത്തിരിക്കാൻ കഴിയുകയില്ല. കേരളം പറയുന്നൊരു കാര്യമുണ്ട്. സുപ്രീം കോടതിയിൽ ബീഹാറിലെ SIRുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ സാധുത പോലും അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അവിടെ കേരളം CPM കക്ഷി ചേർന്നിട്ടുണ്ട്. ഇതിനിടയിൽ സംസ്ഥാനം 5-ാം തീയതി ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ നിയമ നടപടിയിലേക്ക് സർക്കാർ പോകാൻ തീരുമാനിച്ചാൽ പോലും സംസ്ഥാനത്ത് SIRുമായുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എത്തിയിരിക്കുന്നത്. കാരണം ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടയിലും ഇത് സുതാര്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കുവെക്കുന്നത്. ഇതിൽ നിന്ന് അർഹരായിട്ടുള്ള ഒരാളെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകില്ല എന്നുള്ള ഉറപ്പുകൂടി ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകുന്നുണ്ട്. എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധാർ അടക്കമുള്ള രേഖകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 11 രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും. വളരെ സുതാര്യമായി ചെയ്യാൻ രാജ്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറിയാണ് നടപടികൾക്ക് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തുടക്കമിട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.